والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عباد الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. വളരെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ ഒരുമിച്ചുകൂടൽ, ഇവിടെ ചെലവഴിക്കുന്ന ഓരോ സമയവും നല്ല പ്രവർത്തനങ്ങൾ മാത്രം നമുക്ക് തുണയായി തീരുന്ന ലോകത്ത് ഒരു നല്ല പ്രവർത്തനമായി ദയാലുവായ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇബാദത്തുകളുടെയും പ്രാർത്ഥനകളുടെയും മാസമാകേണ്ട റമദാൻ വലിയ ശബ്ദത്തിലുള്ള പ്രസംഗങ്ങളുടെ മാസമായി തീർന്ന ദുരന്തം നമ്മളുടെ മുമ്പിലുണ്ട്. വളരെ ചെറിയ ശബ്ദത്തിലുള്ള പ്രാർത്ഥനകൾ കൊണ്ട് നിറയേണ്ട രാവുകളും പകലുകളുമാണ് റമദാനിൻ്റേത്. അതിനു പകരം വലിയ ശബ്ദത്തിലുള്ള പ്രഭാഷണങ്ങളുടെ, ഒച്ചപ്പാടുകളുടെ മാസമായി തീർന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രസംഗം നടത്താൻ എനിക്ക് താൽപ്പര്യമില്ല. ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയത്തിന്റെ വളരെ മൗലികമായ ചില ആലോചനകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ സ്വകാര്യവും പരസ്യവുമായ സർവമേഖലകളും സർവശ്വാസവും നിയന്ത്രിക്കപ്പെടേണ്ട ഒരു ആലോചനയാണ് യൗമുൽ ഹിസാബ് എന്ന ആലോചന. ആ ആലോചന എത്ര ഒരാൾക്ക് കുറഞ്ഞു പോകുന്നുണ്ടോ അത്രയും അയാളുടെ ജീവിത മേഖലകൾ അശുദ്ധമാകും, കേടുകൾ വന്നു തുടങ്ങും, അയാളുടെ സംസാരം കേടുവന്നതായി മാറും, അയാളുടെ സൗഹൃദങ്ങൾ കേടുവന്നതാകും, അയാളുടെ സമ്പത്ത് കേടുവന്നതാകും, അയാളുടെ ഇടപെടലുകളും ഇടപാടുകളും കേടുവന്നതാകും. അയാൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കേടുവന്നത് ചിന്തിക്കും, കൂട്ടത്തിലാകുമ്പോൾ കേടില്ലാത്തവനായി അഭിനയിക്കും. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ വേര് പടർന്നു കിടക്കുന്ന യൗമുൽ ഹിസാബിന്റെ ആലോചനയാണ് ബാക്കിയെല്ലാം ശുദ്ധമാക്കുന്നത്. നമ്മുടെ കണ്ണിന് അല്ലാഹു കൊടുത്ത ഒരു ഡ്യൂട്ടി ഉണ്ട്. അത് കാണുക എന്ന ഡ്യൂട്ടിയാണ്. അത് കണ്ണ് ചെയ്യുന്നുണ്ട്. കാതിന് അല്ലാഹു കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം കേൾക്കുക എന്നുള്ളതാണ്. അത് കാത് ചെയ്യുന്നുണ്ട്. നാവിന് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം സംസാരിക്കുക എന്നുള്ളതാണ്. നാവ് ആ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ് സംസാരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നാവല്ല. നാവ് സംസാരിക്കുന്നുണ്ട്, പക്ഷെ എന്താണ് സംസാരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നാവല്ല. എന്താണ് കേൾക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ചെവിയല്ല. എന്താണ് കാണേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് കണ്ണല്ല, അത് ഹൃദയമാണ്. അപ്പൊ ആ ഹൃദയം ശുദ്ധമായി തുടങ്ങിയാൽ, ശുദ്ധമായി കഴിഞ്ഞാൽ നമ്മളാണ് ശുദ്ധമാകുന്നത്. ഞാൻ എന്ന് പറഞ്ഞാൽ അതെന്റെ ഹൃദയത്തിലുള്ള ആലോചനകളും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ്. നിങ്ങളെന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോ വീണ്ടും വീണ്ടും നമ്മൾ തിരിഞ്ഞു നിൽക്കേണ്ടത്
നമ്മുടെ തന്നെ നേർക്കാണ്. വീണ്ടും വീണ്ടും നമ്മൾ വിചാരണ ചെയ്യേണ്ടത് നമ്മളെ തന്നെയാണ്. ആ വിചാരണയാണ് ഇത്തരമൊരു സംഗമത്തിൽ റമദാനിന്റെ പുണ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത്. സ്വയം എത്ര ഒരാൾ വിചാരണ ചെയ്തിട്ടുണ്ടോ അത്രയും അയാൾക്ക് വരാനിരിക്കുന്ന വിചാരണ എളുപ്പമായിരിക്കും. സ്വന്തത്തെക്കുറിച്ച് പുനരാലോചിക്കാൻ, പ്രവർത്തനങ്ങളെക്കുറിച്ച്, സൗഹൃദങ്ങളെക്കുറിച്ച്, സമ്പത്തിനെക്കുറിച്ച്, പ്രവർത്തനങ്ങളെക്കുറിച്ച് നിരന്തരമായി വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് നാളെ അവിടെയും നേരിടാനുള്ള ചോദ്യം അതാണ്. ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ അയാൾക്ക് വളരെ എളുപ്പമായിരിക്കും. നോമ്പുകാലത്തിന്റെ ഒരു പ്രത്യേകത ഒരു തിരിച്ചുപോക്കിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്, നമ്മളെ ആലോചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾക്ക് ഏറ്റവും പ്രധാനമെന്ന് തോന്നിയ ഒരുപാട് സംഗതികളുണ്ട്. അതൊക്കെയാണ് റമദാനിൽ നമ്മൾ നിയന്ത്രിക്കുന്നത്. ഭക്ഷണമില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് കഴിഞ്ഞ 11 മാസം ആലോചിക്കാൻ പോലും കഴിയില്ലായിരുന്നു. പക്ഷെ ഭക്ഷണമില്ലാതെ ജീവിക്കാൻ കഴിയും എന്ന് നമുക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ഭക്ഷണം അല്ല വലുത് എന്ന് നമുക്ക് മനസ്സിലായി. വെള്ളമില്ലാതെ, ജലപാനമില്ലാതെ എങ്ങനെ ജീവിക്കാൻ കഴിയും എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. അതാണ് നോമ്പ്. തൊട്ട് മുമ്പിൽ തെളിർജലമുണ്ടെങ്കിലും, നല്ല തണുത്ത കുടിനീര് ഉണ്ടെങ്കിലും നമുക്കത് വേണ്ടാന്ന് വെക്കാൻ കഴിയുന്നത് വെള്ളമല്ല വലുത് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടാണ്. നമ്മുടെ മനസ്സിന്റെ ഒരുപാട് ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, ശരീരത്തിന്റെ ആവശ്യങ്ങൾ, ഇങ്ങനെ കുറെ സംഗതിയുണ്ട്. ഇതൊക്കെയാണ് വലുത് എന്ന് വിചാരിക്കാറുണ്ട് പലപ്പോഴും. പക്ഷെ അതൊന്നും വലുതല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നത് നോമ്പുകാലത്താണ്. അതിനേക്കാളൊക്കെ പ്രധാനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജോലി, വീട്, കുടുംബം എത്ര പ്രധാനമാണ്. എത്ര സമയം നമ്മൾ അതിനുവേണ്ടി ചെലവഴിക്കുന്നുണ്ട്. വീട്, കുടുംബം എന്ന് പറഞ്ഞാൽ ജീവിതമാണ്. ജോലി എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ളതാണ്. ജോലി എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ളതാണ്. വീട്, കുടുംബം എന്ന് പറഞ്ഞാൽ ജീവിതമാണ്. ഇത് മൂന്നും നിർത്തിവെക്കാനാണ് എത്തിക്കാഫിരിക്കുന്ന ഒരാളോട് അല്ലാഹ് പറയുന്നത്. അപ്പൊ ഏറ്റവും വലുത് എന്ന് തോന്നുന്ന സംഗതികളെ വരെ തൽക്കാലത്തേക്ക് അവിടെ നിർത്തിവെച്ച് ഒന്ന് ചെന്നു നോക്കുക പോലും ചെയ്യാതെ പള്ളിമൂലയിൽ സർവ്വ ഭൗതിക ബന്ധങ്ങളും സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് ഒരാൾ ഇരിക്കുന്ന ഒരു രംഗം ആലോചിച്ച് നോക്കൂ. ഒരു തിരിച്ചുപോക്കിനെ കുറിച്ച് ആലോചിപ്പിക്കുന്നുണ്ട് റമദാൻ. ഒരു തിരിച്ചുപോക്കിനെ കുറിച്ച് നിരന്തരമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് റമദാൻ. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ആമിർ ബിൻ അബ്ദില്ല എന്ന വളരെ പ്രശസ്തനായ ഒരു മഹാപണ്ഡിതനുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. അദ്ദേഹം സഹാബികളുടെ കൂടെ ജീവിച്ച ഒരാളാണ്. സഹാബിയല്ല, സഹാബികളിൽ പലരും അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാരാണ്. ആമിർ ബിൻ അബ്ദില്ല. നിങ്ങൾ ആ പേര് ഓർമ്മിച്ചു വെക്കണം. കാരണം ഓർമ്മിച്ചു വെക്കേണ്ട ഒരു പേരാണത്. ആമിർ ബിൻ അബ്ദില്ല വിശ്രുതനായൊരു പണ്ഡിതനാണ്. അങ്ങേയറ്റത്തെ തഖ്വയുള്ളൊരു പണ്ഡിതനാണ്. ഭൗതിക ജീവിതം സ്വാധീനിക്കാത്ത ഒരു സത്യവിശ്വാസിയാണ്. ഭൗതിക ജീവിതത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യമാണത്. നമ്മളെ നിരന്തരമായി മോഹിപ്പിക്കുന്നുണ്ട് ദുനിയാവ്. ആ ദുനിയാവിന്റെ മോഹിപ്പിക്കലിൽ നിന്നൊരാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ, എത്ര വലിയ മോഹങ്ങളെയും പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ ഭാഗ്യവാനാണ് അയാൾ. നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ അങ്ങനെയുള്ള ആളുകൾ? ഈ പറയുന്ന ആൾക്ക് അതിനുള്ള ബാധ്യത, അതിനുള്ള ഒരുപക്ഷെ അതിനുള്ള യോഗ്യത ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഇരിക്കുന്നവരിൽ പലരുമുണ്ട്. അങ്ങനെയുള്ള ചില ആളുകളെ കുറിച്ച് അല്ലാഹ് പറയുന്നുണ്ട്, ഇന്ന അഗ്ബത ഔലിയാഇ ഇൻദി. ഒരു ഖുദ്സിയായ ഹദീസാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ. ഔലിയാക്കൾ എന്നാ പറഞ്ഞത്. അവരാരാന്നറിയോ? ഒരു സദസ്സിൽ അവർ വന്നാൽ എല്ലാവരും അവരങ്ങനെ നോക്കൂല. കാരണം അവരത്ര ഫേമസ് ഒന്നുമില്ല. ഒരു സദസ്സിൽ അവർ വന്നിട്ടില്ലെങ്കിൽ എന്തേപ്പം അയാൾ വരാതിരുന്നു എന്ന് ആരും അന്വേഷിക്കൂല. കാരണം അത്ര പ്രസിദ്ധനല്ല, അത്ര പ്രധാനപ്പെട്ട ഒരാളൊന്നുമല്ല. പക്ഷേ അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് അള്ളാഹു പറയുന്നതായി റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്.
അവർ ഔലിയാക്കളാണ്. പ്രസിദ്ധരല്ലാത്തവരാണവർ ഔലിയാക്കൾ. എന്നാൽ അവരെങ്ങാനും ഈ ലോകത്തിൽ നിന്ന് മരിച്ചുപോയാൽ ഒരുപാട് സമ്പത്ത് അനന്തര സ്വത്തായി അവർ ബാക്കി വെക്കുകയില്ല. കുറെ സമ്പത്തൊന്നും ഉണ്ടാവില്ല, കുറെ മക്കളുടെ, കുറെ തലമുറകളുടെ സമ്പാദ്യമൊന്നും അവർക്കുണ്ടാവില്ല. പക്ഷേ നിറഞ്ഞ ഇബാദത്തുകളുടെ സമ്പാദ്യവുമായി അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകുന്നവരാണവർ. ആമിർ ബിൻ അബ്ദുല്ല, അദ്ദേഹം രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സമയത്ത്, വളരെ തീവ്രമായ കഠിനമായ വേദനയിൽ പുളയുന്ന സമയത്ത്, അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവനും ചുറ്റും ഇരുന്നിട്ട് കരയുന്ന ഒരു സമയത്ത്, മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുകയാണ്. പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടപാടെ അദ്ദേഹത്തിന്റെ ശ്രമം കുടുംബത്തോട് പറഞ്ഞു, എന്റെ കൈയൊന്ന് പിടിക്കൂ. അപ്പോൾ അവർ ചോദിച്ചു, എന്തിനാണ് കൈ പിടിക്കുന്നത്? എനിക്കൊന്ന് എഴുന്നേൽക്കണം. എന്തിനാണ് എഴുന്നേൽക്കുന്നത്? എനിക്ക് പള്ളിയിലേക്ക് പോകണം. അപ്പൊ കുടുംബത്തിലുള്ള എല്ലാവരും തടഞ്ഞു, ഈ അവസ്ഥയിൽ പള്ളിയിൽ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞതെന്നറിയോ? സുബ്ഹാനല്ലാഹ്, നിസ്കാരത്തിന് വിളിച്ചിട്ട് ഞാനതിന് ഉത്തരം നൽകാതിരിക്കുകയോ? എന്റെ കൈ പിടിക്കൂ. രണ്ടാളുകൾ അദ്ദേഹത്തെ താങ്ങിയെടുത്തു. അദ്ദേഹം ഇമാമിനോടൊപ്പം ഒരു റക്അത്ത് നിസ്കരിച്ചു. പിന്നീട് സുജൂദിലേക്ക് വീണ് മരണപ്പെട്ടു. ആമിർ ബിൻ അബ്ദുല്ല. എത്ര മനോഹരമായ ഒരു മരണമാണ് എന്നാലോചിച്ചു നോക്കൂ. കുവൈത്തിലുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിന്റെ ഉപ്പയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു ഓർമ്മയുണ്ട്. ഉപ്പയെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം കരഞ്ഞുപോകും. കാരണം അള്ളാഹുവിനോടുള്ള ആത്മബന്ധം എത്ര പ്രധാനമായി ജീവിതത്തിൽ സൂക്ഷിക്കാമെന്ന് കുടുംബത്തിന് മുഴുവനും, മക്കൾക്ക് മുഴുവനും കാണിച്ചു കൊടുത്ത ഒരു വലിയ ജീവിതത്തിന്റെ ഉടമയായിരുന്നു ആ പിതാവ്. അപ്പൊ അദ്ദേഹം പറയും, ഉപ്പാക്ക് അസുഖം വന്ന് കിടക്കുന്ന സമയത്ത് അവസാനം ഉപ്പ ഞങ്ങളോട് പറഞ്ഞു, എന്റെ കൈയൊന്ന് പിടിക്കൂ. ഞങ്ങൾ കൈ പിടിച്ചു. ഉപ്പ മെല്ലെ ഇരുന്നു. എന്നിട്ട് ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു. അവസാനത്തെ വചനമായിരുന്നു അത്. ഉപ്പ മരിച്ചു വീണു. ഉപ്പ എപ്പോഴും ഞങ്ങളോട് പറയാറുണ്ടായിരുന്നു, എനിക്കങ്ങനെ മരിക്കണമെന്ന്. എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറയണമെന്ന് ഞങ്ങളുടെ പ്രിയങ്കരനായ ഉപ്പ പറയാറുണ്ടായിരുന്നു. ആ സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെട്ടത്. ഉർവത്ത് ബിൻ സുബൈർ എന്ന വിശ്രുതനായൊരു പണ്ഡിതനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹവും സ്വഹാബികളുടെ കൂടെ ജീവിച്ച ആളാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അനുജത്തി അസ്മാ റളിയല്ലാഹു അൻഹയുടെ മകനാണ്. അബ്ദുല്ലാഹിബ്നു സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. ഉർവത്ത് ബിൻ സുബൈർ ജീവിതത്തിൽ എന്നും പ്രാർത്ഥിച്ചിരുന്നത് എനിക്ക് സുജൂദിൽ കിടന്ന് മരിക്കണമെന്നായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയായിരുന്നു അത്. നോമ്പുകാരനായിരിക്കെ സുജൂദിൽ കിടന്ന് മരിക്കണം, അതാണ് പ്രാർത്ഥന. നോമ്പുകാരനായിരിക്കെ സുജൂദിൽ കിടന്ന് മരിക്കണം. നോമ്പുകാരനായിരിക്കെ സുജൂദിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹം മരിച്ചത്. എത്ര ഹൃദ്യമായ മരണമാണ് എന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. ശരി, ഈ വ്രതം, നോമ്പുകാലം, അങ്ങനെ ഒരു തിരിച്ചുപോക്കിനെ കുറിച്ചുള്ള ആലോചനയാണ് ജീവിതത്തിൽ നിറച്ചുവെക്കുന്നത്. മരണത്തെക്കുറിച്ചുള്ള ആലോചനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് എന്താണ് എന്ന് വെച്ചാൽ, ജീവിതത്തെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠകളിൽ നിന്ന്, അമിതമായ ആശങ്കകളിൽ നിന്ന്, ടെൻഷനിൽ നിന്ന് നമ്മൾക്കതൊരു മോചനമാകുന്നു എന്നുള്ളത്. ഹൃദയം തുരുമ്പ് പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹൃദയം ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ ഹൃദയത്തിനൊരു തുരുമ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, വമാ ജലാഉഹ യാ റസൂലല്ലാഹ്, എന്താണ് റസൂലേ അതിനുള്ള മരുന്ന്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത 2 മരുന്നുകളുണ്ട്. ഏതാണ് ആ 2 മരുന്നുകൾ? ഒന്ന് കസ്റത്തു ദിക്രിൽ മൗത്ത്, കസ്റത്തു ദിക്രിൽ മൗത്ത്, മരണത്തെക്കുറിച്ച് നല്ലോണം ആലോചിക്കുക. അതെന്താ അങ്ങനെ? ഹൃദയം ഉണരാനുള്ള വഴിയാണ് മരണത്തെക്കുറിച്ച് ആലോചിക്കുക.
മരണത്തെക്കുറിച്ച് ആലോചിക്കുന്ന ഒരാളുടെ ഹൃദയത്തിൽ രോഗങ്ങൾ പിടിപെടുകയില്ല. ഹൃദയ രോഗങ്ങളെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? അസൂയ, അഹങ്കാരം, ധിക്കാരം, ശത്രുത, കോപം, ഇങ്ങനെ പാടില്ലാത്ത കുറെ അസുഖങ്ങളുണ്ട്. അതൊക്കെ പിടിപെടുന്നത് ഹൃദയത്തിനാണ്. മരിക്കുന്നതിനെക്കുറിച്ച് ധാരാളമായി ആലോചിക്കുന്ന ഒരാളുടെ ഹൃദയത്തിൽ അസൂയക്ക് എന്ത് സ്ഥാനമാണുള്ളത്? എന്ത് സ്ഥാനം? മരണത്തെക്കുറിച്ചുള്ള നിതാന്തമായ ചിന്ത അലയടിക്കുന്ന ആ ഒരു ഹൃദയത്തിൽ അഹങ്കാരത്തിന്, അസൂയക്ക്, കോപത്തിന്, പകയ്ക്ക് എന്ത് സ്ഥാനമാണുള്ളത്? സ്വർഗാരാമങ്ങളിൽ നിന്നുള്ള പൂമണമേറ്റ് കഴിയുന്ന ഒരു ഹൃദയത്തിന്റെ ഉള്ളില് ഒരാളോട് ശത്രുതയ്ക്ക് എങ്ങനെ സ്ഥാനമുണ്ടാകാനാണ്? അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് ഹൃദയം ഉണരാനുള്ള വഴി മരണത്തെ ആലോചിക്കാന്ന്. രണ്ടാമതായി പറഞ്ഞെന്താണെന്നറിയോ? തിലാവത്ത് അൽ ഖുർആൻ. ധാരാളമായി ഖുർആനുമായുള്ള ഒരു ആത്മബന്ധമുണ്ടാക്കുക. വായിച്ചു പോകലെന്നുള്ളത് ഖുർആനുമായുള്ള ഒരു ആത്മസൗഹൃദമാണത്. ഖുർആനുമായി നമ്മളൊരു കുറച്ചു കാലം അകന്നു നിന്നാൽ അറിയാം, നമ്മുടെ ഹൃദയം വല്ലാതെ ഡ്രൈ ആയി പോവും. വല്ലാതെ ഡ്രൈ ആയിട്ട് ഉണങ്ങിപ്പോവും. ഉള്ളിലൊരു വേനൽക്കാലമായിരിക്കും. എന്നാൽ ഖുർആനുമായുള്ള നിരന്തരമായ ബന്ധമുള്ള ഒരാളുടെ ഉള്ളിൽ ഒരു മഴക്കാലം പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ജീവിതത്തിൽ അയാൾക്ക് ഉത്തരങ്ങൾ കിട്ടും, ആശങ്കകൾ ഉണ്ടാവില്ല. ഹൃദയത്തിന് പിടിപെടാവുന്ന രോഗങ്ങളിൽ നിന്ന് അയാൾ മോചിതനാവുകയും ചെയ്യും. ഒരാൾക്കും അയാള് ആരെങ്കിലും വിചാരിക്കുന്ന വഴിയിലൂടെ തെളിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. തിരിഞ്ഞു നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും. ഖുർആൻ പഠിച്ചവൻ. അല്ലാത്തവൻ എന്ത് ചോദ്യം? ഖുർആൻ പഠിച്ചവനെ ആരെങ്കിലും നയിക്കുന്ന വഴിയിലൂടെ കൊണ്ടുപോകാൻ കഴിയില്ല. ആരെങ്കിലും കണ്ണും കയ്യും കാട്ടുമ്പോഴേക്ക് അവരുടെ പിന്നാലെ ഇറങ്ങിപ്പുറപ്പെടില്ല. കാരണം അവന് ചോദ്യങ്ങളുണ്ടാവും, അവൾക്ക് ചോദ്യങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖുർആനുമായുള്ള ബന്ധവും മരണത്തെക്കുറിച്ചുള്ള ആലോചനയും ഒരേ സമയം ഹൃദയ രോഗങ്ങളിൽ നിന്നുള്ള മോചനമാണ്, തിന്മകളിൽ നിന്നുള്ള മോചനവുമാണ്, പാപങ്ങളിൽ നിന്നുള്ള മോചനമാണത്. നമ്മുടെ അന്ത്യം എങ്ങനെയായിരിക്കും? അവസാനത്തെ ഒരു നിമിഷം എങ്ങനെയായിരിക്കും ആ നിമിഷം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയാണത്. എന്റെ അവസാനത്തെ നിമിഷം, ഈ ലോകത്ത് ഞാൻ കഴിച്ചു കൂട്ടുന്നതിലെ അവസാനത്തെ സെക്കൻഡ്, ആ സെക്കൻഡിൽ ഞാൻ എന്തായിരിക്കും ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുങ്ങൾ. നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? പറയാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയാക്കി, ഒരുപാട് ആളുകളോടുള്ള ശത്രുത മനസ്സിൽ ബാക്കിയാക്കി ഈ ലോകത്തിൽ നിന്ന് തിരിച്ചു പോകാനാണ് നമ്മുടെയൊക്കെ വിധിയെങ്കിൽ എത്ര മോശപ്പെട്ടൊരു മരണമാണ് എന്നാലോചിച്ചു. ഒരു സഹാബിയെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം സ്വർഗത്തിലാണ്. 3 പ്രാവശ്യം പറഞ്ഞു. സ്വർഗത്തിൽ പോകുന്ന ഒരാളെ നിങ്ങൾക്ക് കാണണോ? അയാൾ ഇപ്പൊ വരും. സഹാബികളൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നു എന്നാണ്. അപ്പണ്ട് ഒരാൾ ഇങ്ങനെ വരുന്നേ. നമ്മുടെ നാട്ടിലെ ഒരു നാടൻ കാക്കയെ കുറിച്ച് ആലോചിച്ചു നോക്കുങ്ങൾ. ഒരു നാടൻ സാധാരണക്കാരനായൊരു മനുഷ്യൻ. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന്റെ ചെരുപ്പ് കയ്യിൽ പിടിച്ചിട്ടുണ്ട് എന്ന്. സാധാരണ ചെരുപ്പ് കയ്യിൽ പിടിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അത്രയും സാധാരണത്വമുള്ള, ലാളിത്യമുള്ള ആളുകളാണ് ചെയ്യുക. ഇദ്ദേഹം ചെരുപ്പ് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ കടന്നു വരുന്നു എന്നാണ് ഹദീസിൽ പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് റസൂലുള്ളാഹി പറയണേ സ്വർഗത്തിലാണ്. 3 പ്രാവശ്യം പറഞ്ഞു. മറ്റൊരിക്കൽ വീണ്ടും റസൂലുള്ളാഹി പറഞ്ഞു, സ്വർഗത്തിൽ പോകുന്ന ഒരാളെ നിങ്ങൾക്ക് കാണണോ? സഹാബികളൊക്കെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നു. ഇനി ഇങ്ങോട്ട് കടന്നു വരാനിരിക്കുന്ന ആളാണ് എന്ന്. അപ്പോഴും വന്നത് ഈ സാധുവായ സഹാബിയായിരുന്നു. 3 പ്രാവശ്യം അങ്ങനെ പറഞ്ഞു. അപ്പൊ സഹാബികൾക്ക് ഒരു ചിന്ത, എന്തായിരിക്കും അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് എത്തിച്ചത്? നമ്മളൊന്നും ചെയ്യാത്ത ഒരു കാര്യം അദ്ദേഹം ചെയ്യുന്നുണ്ടാവും. അതെന്താണ് എന്നറിയാൻ സഹാബികൾ അംർ റളിയല്ലാഹു അൻഹുവിനെ ഇദ്ദേഹത്തിന്റെ കൂടെ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. അംർ ബിൻ അബ്ദില്ല. അങ്ങനെ ആ സ്വഹാബി അദ്ദേഹത്തിന്റെ കൂടെ പോയി 3 ദിവസം അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചു എന്നാണ്. പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. പ്രത്യേകിച്ച് സാധാരണ ആളുകൾ ചെയ്യുന്നതിനേക്കാൾ ഒരു കാര്യം അദ്ദേഹം ചെയ്യുന്നതായിട്ട് കണ്ടില്ല. 3-ാമത്തെ ദിവസം ആ വീട്ടിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ റസൂൽ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു, താങ്കളെക്കുറിച്ച് പറഞ്ഞു, സ്വർഗത്തിലാണ്. അതെന്തുകൊണ്ടായിരിക്കുമെന്ന് അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷം, സ്വർഗത്തിലാണ് എന്ന് കേട്ടപ്പോൾ. അദ്ദേഹം ഒരുപാട് ആലോചിച്ചിട്ട് പറഞ്ഞു, ഇല്ല, നിങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെ ഞാനും ചെയ്യുന്നുള്ളൂ.
കൂടുതലൊന്നും ചെയ്യുന്നില്ല. എത്ര ആലോചിച്ചിട്ടും അദ്ദേഹത്തിന് കിട്ടുന്നില്ല. അങ്ങനെ അംർ റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞ് തിരിച്ചു പോന്നു എന്നാണ്. കുറച്ച് കഴിഞ്ഞപ്പോ ഇദ്ദേഹം തിരിച്ചു വിളിക്കുന്നുണ്ട്. ഒരു നിമിഷം, ഒരു കാര്യം പറയാനുണ്ട്, എന്നെക്കുറിച്ച് ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. എന്താണ് കാര്യം? ഇത്രയേ ഉള്ളൂ, എന്റെ മനസ്സിൽ ഒരാളെക്കുറിച്ചും ഒരു മോശമായ ചിന്ത ഉണ്ടാകാറില്ല. അദ്ദേഹം പറഞ്ഞതാണ്, എന്റെ മനസ്സിൽ ഒരാളെക്കുറിച്ചും, ഇനിയിപ്പോ ആരെങ്കിലും ഒരാളെക്കുറിച്ച് വന്ന് പറഞ്ഞാൽ പോലും എന്റെ ഒരു ചെവിയിലൂടെ കേൾക്കുന്നു, മറ്റൊരു ചെവിയിലൂടെ പുറത്തു കളയുന്നു. ഞാനത് സൂക്ഷിക്കാറില്ല. ഒരാളെക്കുറിച്ചും എന്റെ മനസ്സിലൊരു ശത്രുതയില്ല, ഒരാളോടും എന്റെ മനസ്സിലൊരു പകയില്ല, ഒരാളും എന്റെ ശത്രുവല്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്. അംർ റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതാണോ അദ്ദേഹം സ്വർഗത്തിൽ പോകാനുള്ള കാരണമെന്ന്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മറ്റെന്താണ്, അതന്നെയാണ് സ്വർഗത്തിൽ പോകാനുള്ള കാരണം. അന്നാലോചിച്ചുകള്, ഹൃദയത്തിന്റെ ഉണർച്ചയാണത്, മനസ്സിന്റെ വിശുദ്ധിയാണത്. അപ്പോ ജീവിതമാകെ സംശുദ്ധമാകുന്നത്, ഹൃദയ രോഗങ്ങളിൽ നിന്ന് ജീവിതം ശുദ്ധമാകുന്നത്, തിന്മകളിൽ നിന്ന് ജീവിതം കരകയറുന്നത് അവസാനത്തെ ഒരു സെക്കൻഡിനെ കുറിച്ചുള്ള ആലോചനയാണ്. അത് മരണമാണ്. അബ്ദുറഹ്മാൻ അൽ അരീഫി എന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ ഒരു ഇസ്ലാമിക പ്രഭാഷകനും പണ്ഡിതനുമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ ഒരു സംഭവം ഈ വിഷയം പറയുമ്പോൾ വളരെ പ്രധാനമാണ്. അതിങ്ങനെയാണ്, ഒരു യുവാവ്, ചെറുപ്പക്കാരനാണ്, യൗവനത്തിലേക്ക് എത്തുന്നതേയുള്ളൂ, കൗമാരപ്രായമാണ്. അവന് നിരന്തരമായി ഇന്റർനെറ്റുമായി ബന്ധമുള്ള ഒരു കുട്ടിയാണ്. ഇന്റർനെറ്റുമായി വളരെ അടുത്ത ബന്ധം, അതിന്റെ എല്ലാ ഇഴപിരിവുകളിലേക്കും അവൻ എത്തിയിട്ടുണ്ട്. അതിന്റെ എല്ലാ സൂത്രങ്ങളും അവൻ അറിയാം. അവൻ പതുക്കെ ഇന്റർനെറ്റിലൂടെ തുറന്നിട്ടിരിക്കുന്ന വിശാലമായ തിന്മയുടെ വലിയ ഒരു കടലുണ്ട്, ആ കടലിലേക്ക് അവൻ പ്രവേശിച്ചു. പാപത്തിന്റെ ഒരു മഹാസമുദ്രമുണ്ട്, അവിടേക്ക് അവൻ ചെന്നുപെട്ടു. അവനതിൽ നിന്ന് കരകയറാനാകാത്ത വിധം അവനതിൽ പെട്ടുപോയി. പലതരത്തിലുള്ള അശ്ലീല വെബ്സൈറ്റുകളുടെ കൂട്ടായ്മകളുണ്ട്. ആ കൂട്ടായ്മകളിലൊക്കെ അവൻ അംഗമായി. ഇത് പ്രൊഡക്റ്റ് ചെയ്യുന്ന ചില കേന്ദ്രങ്ങളുണ്ട്. അശ്ലീല ദൃശ്യങ്ങള്, ചെറിയ ചെറിയ വീഡിയോസ്, ചിത്രങ്ങൾ, ഇതൊക്കെ പ്രൊഡക്റ്റ് ചെയ്യുന്ന വലിയ വലിയ കമ്പനികളുണ്ട്. ആ കമ്പനികളുമായി ഇവൻ അടുത്ത ബന്ധമായി. ആ ബന്ധത്തിലൂടെ അവന്റെ ഇമെയിലിലേക്ക് നിരന്തരമായി അശ്ലീല ചിത്രങ്ങളും അശ്ലീല വീഡിയോയും വരാൻ തുടങ്ങി. സ്വാഭാവികമായി അവനത് കണ്ട് ആസ്വദിക്കുക മാത്രമല്ല, അവന്റെ കൂട്ടുകാരോട് അവൻ പറയാൻ തുടങ്ങി, എനിക്കിങ്ങനെയൊക്കെ വരുന്നുണ്ട് എന്ന് പറയാൻ തുടങ്ങി. അവർക്ക് ചിലതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് തുടങ്ങി. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്കും വേണമെന്നവർ പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, നിങ്ങളുടെ എല്ലാവരുടെയും ഇമെയിൽ അഡ്രസ് എനിക്ക് തരണം. അങ്ങനെ നിങ്ങളൊരു 100 ആളുകളുടെ ഇമെയിൽ അഡ്രസ് എനിക്ക് എത്തിച്ചു തന്നാൽ പിന്നെ എനിക്ക് വരുന്ന വീഡിയോസൊക്കെ ഫ്രീ ആയിരിക്കും. പിന്നെ ഞാനതിന് പൈസ കൊടുക്കണ്ട, പേയ്മെന്റ് കൊടുക്കണ്ട. അങ്ങനെ 100 ആളുകളുടെ ഇമെയിൽ അഡ്രസ്സുകൾ ഇവർ ശേഖരിച്ചു. എന്നിട്ട് ഇവന് കൊണ്ടുവന്നു കൊടുത്തു. ഇവനത് ഇവർക്ക് അയച്ചു കൊടുത്തു. ഇവന് വരുന്ന വീഡിയോസ് ഓട്ടോമാറ്റിക്കലി ഫോർവേഡ് എന്ന ഒരു സിസ്റ്റമുണ്ട്. ഇവന് വരുന്ന വീഡിയോസ് അതേപടി ഇവർക്കെത്തും. ഇവൻ ഫോർവേഡ് ചെയ്യണ്ട, അത് വരുന്ന വഴിക്ക് ഇവർക്ക് കൂടി, ഈ 100 ആളുകൾക്ക് കൂടി അത് എത്തും. ഇതാണ് ആ സംവിധാനം. ഇങ്ങനെ എത്രയോ മാസങ്ങൾ ഇങ്ങനെ ഒരുപാട് വീഡിയോസ്, ഒരുപാട് ചിത്രങ്ങൾ ഇവന്റെ മെയിലിലേക്ക് വരുന്നു. അത് കൂടുതൽ ആളുകളിലേക്ക് പോകുന്നു. ഈ 100 ആളുകളിൽ ഓരോരുത്തരും വീണ്ടും 100 ആളുകളെ ഉണ്ടാക്കുന്നു. അങ്ങനെ 100 1000-ആയി, 10,000-ആയി, അതിലേറെ സംഖ്യയായി ഇതൊരു വലിയ നെറ്റ്വർക്കായിട്ട് ഇങ്ങനെ മാറുകയാണ്. അതിന്റെ സ്രോതസ് ഇവനാണ്. ഇവന്റെ മെയിൽ ഐ ഡിയിലേക്കാണ് ഈ വീഡിയോസ് വരുന്നത്. അതിനിടയിൽ ഇവൻ മരിച്ചുപോയി. ഇവൻ മരിച്ച ആ ദിവസം പോലും വീഡിയോസ് വന്നിട്ടുണ്ട്.
ഈ കൂട്ടുകാർക്കൊക്കെ വല്ലാത്ത മനോവേദനയായി. കാരണം അവരുടെ കയ്യിൽ നിന്നൊക്കെ ഇത് സംഗതി വിട്ടുപോയി. ഇവർക്കൊക്കെ വല്ലാത്ത സങ്കടമായി. ഇവർ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടു. ഇനി ആ വീഡിയോ അയക്കരുത്, ആ ആള് ഈ ലോകത്തിൽ നിന്ന് തന്നെ പോയിട്ടുണ്ട്, ഇനി നിങ്ങൾ ആ വീഡിയോ അയക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ അവർ ചോദിച്ചു, അയാളുടെ പാസ്വേഡ് നിങ്ങൾക്കറിയുമോ? ഇല്ല, ഞങ്ങൾക്കറിയൂല. എന്നാൽ ഇനി 9 വർഷം കൂടി ഈ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. ഇതാണ് പറഞ്ഞത്. ഇനി 1 വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ, 10 വർഷത്തേക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി 9 വർഷം കൂടി ഈ വീഡിയോ തടയാൻ യാതൊരു മാർഗവുമില്ല. എങ്ങനെയുണ്ട് ആ മരണം? അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളൊക്കെ ആലോചിക്കേണ്ടത്, ഒരുപക്ഷെ അത്തരത്തിലുള്ള കേടുകളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവുകയില്ല. അള്ളാഹു നമ്മളെ അങ്ങനെയുള്ള പാപങ്ങളുടെ കേടുകളിൽ നിന്ന്, അഴുക്കുകളിൽ നിന്ന് ശുദ്ധമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ പലതരത്തിലുള്ള ഹൃദയ രോഗങ്ങളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ ആ മരണം എങ്ങനെയായിരിക്കും? അസൂയ ഹൃദയ രോഗമാണ്. എത്ര കഠിനമായ രീതിയിലാണ് റസൂലുള്ളാഹി അതിനെക്കുറിച്ച് പറഞ്ഞത്. അഹങ്കാരം ഹൃദയത്തിന്റെ രോഗമാണ്. ഏറ്റവും ചെറിയ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന അണുമണിത്തൂക്കം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഏറ്റവും വലിയ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്ന സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇത് രണ്ടും പറഞ്ഞുകൊണ്ടാണ് അഹങ്കാരത്തെക്കുറിച്ച് പറഞ്ഞത്. ഏറ്റവും ചെറിയ ഒരു തൂക്കത്തെക്കുറിച്ച് പറയുന്നതിനാണ് അണുമണിത്തൂക്കം, മിസ്ഖാൽ ദർറ എന്ന് പറയാം. ഏറ്റവും വലിയൊരു ശിക്ഷയെക്കുറിച്ച് പറയാനാണ് സ്വർഗത്തിൽ പോകൂല എന്ന് പറയാം. ഇത് രണ്ടും പറഞ്ഞ ഒരു കാര്യമാണ് അഹങ്കാരം. അണുമണിത്തൂക്കം, അഹങ്കാരം ഉള്ളിലുള്ളവൻ സ്വർഗത്തിലേക്ക് പോവുകയില്ല. എക്സ്ട്രീമാണ്. രണ്ട് സംഗതിയൊരു എക്സ്ട്രീമാണ്. സ്വർഗത്തിൽ പോവുകയില്ലവൻ, അണുമണിത്തൂക്കമെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പൊ ഹൃദയ രോഗങ്ങളിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടണം. അങ്ങനെ രക്ഷപ്പെടുന്ന ഒരാൾക്കുണ്ടാകുന്ന ഒരാഗ്രഹമുണ്ട്. അത് അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹമാണ്. പടച്ച തമ്പുരാനുമായുള്ളൊരു കൂടിക്കാഴ്ചയുടെ സൗഭാഗ്യമാണത്. നമ്മൾ ഫോണിലൂടെയോ അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെയോ നമുക്ക് ഉണ്ടായ ഒരു സൗഹൃദം, ഒരു നല്ല സുഹൃത്ത്, എത്രയോ കാലമായി അയാൾ നമ്മുടെ സുഹൃത്താണ്, പക്ഷെ ഇതുവരെയും നമ്മൾ അയാളെ കണ്ടിട്ടില്ല. ഒന്നാലോചിച്ച് നോക്കൂ, വർഷങ്ങളുടെ പരിചയമുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. ആ ആളെ നമ്മൾ കാണുന്ന ഒരു ദിവസമുണ്ട്. എത്ര സന്തോഷമായിരിക്കും ആ ദിവസം, എത്ര ആനന്ദകരമായൊരു ദിവസമായിരിക്കും അത്. ഉറങ്ങൂല നമ്മൾ, ചങ്കിങ്ങനെ ഇടിക്കും സന്തോഷം കൊണ്ട്, അല്ലേ? കാരണം എന്താണ്? ഇത്ര കാലവും ഞാൻ സംസാരിച്ച ഒരാളാണ്, പക്ഷെ ആദ്യമായി കാണുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചു, അങ്ങനെ ഒരു സന്തോഷത്തിന്റെ ഒരു ചെറിയ അംശമെങ്കിലും അള്ളാഹുവിനെ കാണുക എന്ന ഒരു സന്ദർഭം നമ്മുടെ മനസ്സിൽ സന്തോഷമായി അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ആലോചിച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, അള്ളാഹുവേ, എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം നിന്നെ കണ്ടുമുട്ടുന്ന സമയമാകണമെന്ന് ഒരു പ്രാർത്ഥനയാണ്. അള്ളാഹു, എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നേരം നിന്നെ കണ്ടുമുട്ടും, നിന്നെ കാണുന്ന ആ സമയമാകണമേ. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം എന്റെ ആയുസിന്റെ അവസാന കാലമാകണമേ. എന്റെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും നല്ല ഭാഗം അതിന്റെ അവസാനത്തെ ഭാഗമാക്കണമേ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്. ശരി, ആമിർ ബിൻ അബ്ദുല്ല റഹ്മഹുല്ലയെക്കുറിച്ച് ഒരു ചെറിയ സംഭവം കൂടി പറയാം. അദ്ദേഹം അസുഖബാധിതനായി മരണക്കിടക്കയിൽ കിടക്കുന്ന മറ്റൊരു സന്ദർഭമാണ്. അതേ സന്ദർഭത്തിലാണ് നിസ്കാരത്തിന് വേണ്ടിയുള്ള അവസാനത്തെ പോക്കുണ്ടായത്. അതിന്റെ തൊട്ട് നിമിഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംസാരം ഇങ്ങനെയാണ്. അദ്ദേഹം കരയുന്നുണ്ട് എന്നാണ്. അദ്ദേഹം വല്ലാതെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിതുമ്പി കരയുകയാണ്. അപ്പൊ കൂടെ നിൽക്കുന്ന ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് ഇത്ര കരയുന്നത്? മരണത്തെ ഇത്രയും പേടിയാണോ നിങ്ങൾക്ക്? ആമിർ, സുഹൃത്തുക്കൾ ചോദിച്ചു, മരണത്തെ ഇത്രയും പേടിയാണോ നിനക്ക്? അപ്പൊ അദ്ദേഹം പറയാണ്, മരണത്തെക്കുറിച്ചുള്ള പേടിയുണ്ടോന്നല്ല ഞാൻ കരയുന്നത്, ജീവിതത്തെക്കുറിച്ചുള്ള വലിയൊരു ആഗ്രഹം കൊണ്ടല്ല കരയുന്നത്, ഇവിടെ കുറച്ചു കാലം കൂടി ജീവിക്കാനുള്ള പൂതി കൊണ്ടുമല്ല. ഞാൻ കരയുന്നതിന്റെ കാരണം ഇവിടെ നിന്ന് പോയാൽ കൊണ്ടുപോകാൻ എന്റെ കയ്യിൽ കാര്യമായി ഒന്നുമില്ല. അദ്ദേഹം പറഞ്ഞതാണത്. ഇവിടെ നിന്ന് പോകുമ്പോൾ എന്റെ കയ്യിൽ കൊണ്ടുപോകാൻ കാര്യമായി ഒന്നുമില്ല, അതാണ് എന്നെ കരയിപ്പിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ആ യാത്രയാണ്. മരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമാണ്. കാരണം
അള്ളാഹുവിനെ കാണാനുള്ള ജീവിതത്തിൽ ഏറ്റവും നല്ല അഭിലാഷം സാക്ഷാത്കരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ മരണം സംഭവിച്ചേ തീരൂ. ജീവിതത്തെക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് മരണം. ജനനത്തെക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് മരണം. ജനനത്തെക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് മരണം. മരണത്തെ ഒരാൾ നിഷേധിക്കുന്നില്ല. നമ്മുടെ ഇടയിൽ നിന്ന് ആളുകൾ പിടഞ്ഞു വീഴുന്നു. കുഴഞ്ഞു വീണു മരിക്കുക എന്ന് ഉണ്ട് ചില പത്രങ്ങളിൽ. കുഴഞ്ഞു വീണ് മരിച്ചു. കുഴഞ്ഞു വീണിട്ടൊരു മരണമൊന്നുമില്ല, മരിച്ചു വീഴുകയാണ്. കുഴഞ്ഞു വീണിട്ട് എങ്ങനെ മരിക്കുക? ഞാൻ ചില നമ്മുടെ സുഹൃത്തുക്കളായ ഡോക്ടർമാരോട് ചോദിച്ചു, കുഴഞ്ഞു വീണിട്ട് മരിക്കുമോ? അവർ പറഞ്ഞില്ല, മരിച്ചു വീഴണത്, മരിച്ചു വീഴുകയാണ്. കഴിഞ്ഞ ദിവസം എന്റെ പ്രിയപ്പെട്ട ഒരമ്മാവൻ മരണപ്പെട്ടു. ഇന്നലെ തിരുരങ്ങാടി PSMO കോളേജിൽ ധാരാളം വർഷം അദ്ദേഹം ലൈബ്രറിയനായി ജോലി ചെയ്തിരുന്നു. നല്ല മനുഷ്യപ്പറ്റുള്ള ഒരാളായിരുന്നു അദ്ദേഹം. ഒരുപാട് ആളുകളുമായി നല്ല ബന്ധം. ഹരിജനങ്ങളായ ആളുകൾ പോലും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായിരുന്നു. ഇങ്ങനെ ഒരു നല്ല ജീവിതം നയിച്ച പ്രിയപ്പെട്ട ഒരു ഗുരുനാഥൻ കൂടിയായിരുന്നു എനിക്ക് അദ്ദേഹം. അദ്ദേഹത്തിന്റെ 2 ഭാര്യമാരാണ്. ആദ്യത്തെ ഭാര്യ എത്രയോ കാലമായി രോഗം കൊണ്ട് വലയാണ്. എത്രയോ കാലമായിട്ട് രോഗമാണ്. ഇതുവരെ മക്കളൊന്നും ഉണ്ടായിട്ടില്ല ആ ഭാര്യയിൽ. അപ്പൊ ആ ഭാര്യ തന്നെ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് ഭർത്താവിനോട് കല്യാണം കഴിക്കാൻ പറഞ്ഞ് പിന്നെ ഈ 2ാമത്തെ ഭാര്യയിലാണ് കുട്ടികളുണ്ടായത്. അവരൊക്കെ ചെറിയ കുട്ടികൾ, വിദ്യാർത്ഥികളാണ്. ഒരുപാട് വൈകിയിട്ടാണ് അദ്ദേഹത്തിന് മക്കളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോ ഈ 1ാമത്തെ ഭാര്യ എത്രയോ വർഷങ്ങളായി, ഒരു 10ഓ 40ഓ കൊല്ലമായിട്ട് രോഗം കൊണ്ട് വലയുന്ന ഒരുപാട് അസുഖങ്ങളാണ്. പക്ഷെ അദ്ദേഹത്തെ അവസാന കാലത്ത് നോക്കിയത്, കൂടെ നിന്നത്, മരുന്ന് കൊടുത്തത് ഈ ഭാര്യയായിരുന്നു. ആദ്യം വിട പറഞ്ഞത് ഭർത്താവായിരുന്നു. ആ ഭർത്താവിന് അവസാനം വെള്ളം കൊടുക്കാൻ 40 കൊല്ലമായി രോഗിണിയായി കഴിയുന്ന ആ ഭാര്യയുണ്ട്. വകം മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹൈനം മിൻ അദ്ദഹർ വകം മിൻ ഫതാ യുംസി വയുസ്ബിഹു ലാഹിയ വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. എത്രയെത്ര ആരോഗ്യമുള്ള ആളുകളാണ് പെട്ടെന്ന് മരിച്ചു പോകുന്നത്. എത്രയെത്ര രോഗമുള്ള ആളുകളാണ് എത്രയോ കാലം പിന്നെയും ജീവിക്കുന്നത്. എത്രയെത്ര ചെറുപ്പക്കാരാണ് രാവിലെയാകുന്നു വൈകുന്നേരമാകുന്നു അവരങ്ങനെ ജീവിക്കുന്നു. വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. അവന്റെ കഫൻ പുടവ തൊട്ടപ്പുറത്ത് റെഡിയായിട്ടുണ്ട് എന്ന കാര്യം അവൻ ആലോചിക്കുന്നില്ലല്ലോ. ഇതാണ് മരണം. ഉമർ റളിയല്ലാഹു അൻഹു സ്വഹാബികളുടെ കൂട്ടത്തില് പല രീതിയിൽ മാതൃകയായ ഒരുപാട് ആളുകളുണ്ട്. എല്ലാ ആളുകൾക്കും പൊതുവായ കുറേ മാതൃകകളുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു വ്യത്യസ്തനാണ് എല്ലാ കാര്യങ്ങളിലും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആകാശത്തിന് ചുവട്ടില് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ആകാശത്തിന് ചുവട്ടില് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഉമറിനെയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്. പണ്ടുള്ള ആളുകള്, അനസ് റളിയല്ലാഹു അൻഹു പറയാം, പണ്ടുള്ള ആളുകള് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത് പോലെ ഉമറിനെയും അബൂബക്കറിനെയും സ്നേഹിക്കാൻ മക്കളോട് പഠിപ്പിക്കുമായിരുന്നു. ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത് പോലെ മക്കളെ അബൂബക്കർ സിദ്ദീഖിനെയും ഉമറിനെയും സ്നേഹിക്കണമെന്ന് പണ്ടുള്ള മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കുമായിരുന്നു. അതാണ് ആ മാതൃകയുടെ മഹത്വം. പരലോകമെന്ന ഒരു യാഥാർത്ഥ്യം, യൗമുൽ ഹിസാബ് എന്ന ഒരു യാഥാർത്ഥ്യം ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മനസ്സിന്റെ ഉടമയായിരുന്നു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, അബൂ മൂസ, നമ്മള് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ കഴിഞ്ഞ ആളുകളാണ്, ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്ത ആളുകളാണ്, ഒരുപാട് വിഷമങ്ങൾ സഹിച്ച് റസൂലിനെ സംരക്ഷിച്ച ആളുകളാണ്. നമുക്കതൊക്കെ മതിയില്ലേ? പരലോകത്ത് അള്ളാഹു നമ്മളെ സംരക്ഷിക്കൂലേ? നമ്മൾ അതുകൊണ്ടൊക്കെ രക്ഷപ്പെടൂലേ എന്ന്. അപ്പോ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു, ആരാണ് അദ്ദേഹം? ഉമറിനോളം പ്രസിദ്ധനായ ഒരു സഹാബിയൊന്നുമല്ല, പക്ഷേ ഉമറിന്റെ വിനയമാണത്. സഹാബികളുടെ കൂട്ടത്തിലുള്ള
മറ്റുള്ള ആളുകളോടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും. ഒരിക്കലൊരു സഹാബിയോട് ചോദിച്ചു, എന്താണ് ഈ തഖ്വ? ചെറിയ ചെറിയ കുട്ടികൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഉമർ അവരെ വാരി പിടിച്ചിട്ട് പറയും, മക്കളെ, എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ യാതൊരു തെറ്റും കലരാത്ത ജീവിതമുള്ള കുട്ടികളാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അല്ലാഹ് കേൾക്കും. ഒരു കുരുവി പാട്ട് പാടുമ്പോൾ ആ കുരുവിയെ നോക്കിക്കൊണ്ട് പറയും, നിനക്ക് പാട്ട് പാടാം, കാരണം നിനക്ക് പ്രത്യേകിച്ച് ബാധ്യതകളൊന്നുമില്ല, നിനക്ക് പാട്ടും പാടി നടന്നാൽ മതി. ഞാനൊരു കുരുവിയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇപ്പോൾ ആലോചിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഇങ്ങനെ ജീവിതത്തെ വല്ലാതെ പരലോകം കൊണ്ട് സ്വാധീനിക്കപ്പെട്ട ജീവിതമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. വല്ലാതെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ ഒരു കാലത്ത് എല്ലാ ജോലിക്കാർക്കും ശമ്പളം കൂട്ടി. പക്ഷെ ഖലീഫയുടെ ശമ്പളം മാത്രം കൂട്ടിയില്ല. അദ്ദേഹം ശമ്പളം കൂട്ടിയില്ല എന്ന് മാത്രമല്ല, കൂടുതൽ അദ്ദേഹത്തിന്റെ വീട് കഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പൊ കുറച്ച് സ്വഹാബികൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ അപ്പോ ഈ സ്വഹാബികളെല്ലാം കൂടിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹയെ ഉമറിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് പറയാൻ പറഞ്ഞു, ശമ്പളം നിങ്ങളുടേതും കൂട്ടണം. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഹഫ്സ, നിന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചത് എന്ന് എനിക്കറിയാം. നിന്റെ ഭർത്താവായിരുന്നില്ലേ അള്ളാഹുവിന്റെ റസൂൽ? ആ റസൂലിന് എത്ര വസ്ത്രമുണ്ടായിരുന്നു? എത്ര വസ്ത്രമുണ്ടായിരുന്നു? പറയ്, എത്ര വസ്ത്രം കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചത്? ഹഫ്സ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 1 2 3 ഏതായാലും ഇല്ല, 2 കൂടുതലില്ല. അല്ലേ? നിന്റെ ഭർത്താവായ അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് കഴിച്ച ഏറ്റവും നല്ല ഭക്ഷണം ഏതാണ് എന്ന് പറയോ? ഏറ്റവും നല്ല ഭക്ഷണം, അഷ്റഫുൽ ഖൽഖായ അള്ളാഹുവിന്റെ റസൂല് ഈ ലോകത്ത് കഴിച്ച ഏറ്റവും നല്ല ഭക്ഷണം ഏതാണ് എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. റസൂലിന്റെ പ്രിയതമയായ ഹഫ്സ റളിയല്ലാഹു അൻഹ, ഉമർ റളിയല്ലാഹുവിന്റെ മകൾ, പറഞ്ഞു കൊടുത്തു, കട്ടിയില്ലാത്ത പത്തിരിയും. ഇതാണ് നമുക്ക് മടുത്തുപോയ ഭക്ഷണമാണ്, നമ്മൾക്ക് മടുത്തുപോയ ഭക്ഷണമാണ് കട്ടിയില്ലാത്ത പത്തിരി. ഇതാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അവരൊന്നും അനുഭവിക്കാത്തൊരു സുഖം എനിക്ക് വേണ്ടെന്ന്. ഇതായിരുന്നു മറുപടി. അപ്പോ അത്രയധികം ദുനിയാവ് സ്വാധീനിക്കാതിരിക്കുകയും പരലോകം സ്വാധീനിക്കുകയും ചെയ്തൊരു വ്യക്തിത്വമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ആളാണെങ്കിലും നമുക്കിതൊക്കെ പ്രസംഗിക്കാനുള്ള വിഷയമാണ്. ദുനിയാവിനോടുള്ള പ്രേമവും ദുനിയാവിനോടുള്ള അനുരാഗവും ഉള്ളിൽ തിളച്ചുമറിയുന്നവരാണ് നമ്മൾ. പ്രസംഗിക്കാൻ എന്ത് ബാധ്യത, എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത്? ഇത്രയും വലിയ മഹാരഥന്മാരുടെ ജീവിതത്തെക്കുറിച്ച് വിശദീകരിക്കാൻ പോലുമുള്ള യോഗ്യതയില്ലാത്ത ആളുകളാണ് നമ്മൾ. ഉമർ റളിയല്ലാഹു അൻഹു അബൂ മൂസൽ അശ്അരി ഇങ്ങനൊരു മറുപടി പറഞ്ഞപ്പോ, നമ്മളൊക്കെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്, നമ്മൾ റസൂലിന്റെ കൂടെ ജീവിച്ച ആളുകളല്ലേ, ഒരുപാട് ത്യാഗം സഹിച്ച ആളുകളല്ലേ, അതുകൊണ്ട് രക്ഷപ്പെടാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മറുപടി എന്താണെന്നറിയോ? ഉമറിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. അവയ്ക്കെല്ലാം, നമ്മൾ ചെയ്ത എല്ലാ ത്യാഗങ്ങൾക്കും നമ്മൾ അനുഭവിച്ച സങ്കടങ്ങൾക്കും റസൂലിന്റെ കൂടെ നിന്ന് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾക്കും കൂലി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ഞാൻ കൊതിച്ചു പോവുകയാണ്. കോട്ടങ്ങളില്ലാതെ ഈ ലോകം വിട്ടുപോകാനും അള്ളാഹുവിന്റെ തിരുമുഖം കാണാനുമുള്ള അവസരമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരാളെ മാത്രം മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള ആളുകളോടൊക്കെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകൂ എന്ന് പറയുന്ന ഒരു സമയത്ത് ആ മാറ്റി നിർത്തപ്പെട്ട ആള് ഞാനാകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. ആരാ പറയുന്നത്? സ്വർഗം ഉണ്ട് എന്ന് സന്തോഷ വാർത്ത കിട്ടിയ ഉമറ പറയുന്നത് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാം, ഒരാളെ മാത്രം മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാവരോടും, സഹാബികളുടെ കൂട്ടത്തിലുള്ള സർവ്വ ആളുകളോടും നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോയിക്കോളൂ എന്ന് പറയുമ്പോൾ ആ ഒരാൾ ഞാനാവുകയും ചെയ്യുമോ എന്ന് പോലും പേടിക്കുന്നുണ്ട് എന്ന് പറയാണ്. അത്രയധികം സ്വാധീനിക്കപ്പെട്ടിരുന്നു എന്നർത്ഥം. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഹഫ്സ് ബിനു അബിൽ ആസ് എന്ന സ്വഹാബിയെ സൽക്കാരത്തിന് വിളിച്ചു. സൽക്കാരത്തിന് എന്തോ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഹഫ്സ് ആ ഭക്ഷണം കഴിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ആ പാത്രത്തിലേക്ക് നോക്കി. ശരിയാണ്, അത് കഴിക്കാൻ കുറച്ച് പ്രയാസമുള്ളതാണ്, നല്ല കട്ടിയുള്ള റൊട്ടിയാണ്,
പിന്നെ എന്തോ ഒരു ചെറിയ കറിയുമുണ്ട്. ഇതാണ് ആകെ വിരുന്നുകാരൻ അവിടെ ഉണ്ടാക്കാനുള്ള ഭക്ഷണം. അതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹം അത് കഴിക്കാതിരുന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്. ഹഫ്സേ, നമ്മളെ നാട്ടിലെ ഏറ്റവും മുന്തിയ പണക്കാരായ ആളുകൾ പോലും കഴിക്കുന്ന ഭക്ഷണം കഴിക്കാൻ അവരേതാണ് കഴിക്കുക എന്ന് എനിക്കറിയാം. ആ ഭക്ഷണം ഉണ്ടാക്കാനും എനിക്കറിയാം. ഒരുപാട് കഴിച്ചവനുമാണ് ഞാൻ. പക്ഷേ അല്ലാഹുവാണ് സത്യം, എന്റെ നന്മകൾ കുറയുമോ എന്ന പേടിയില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെയൊക്കെ പോലെ നിങ്ങളോടൊപ്പം ഞാനും വലിയ സുഖജീവിതം നയിക്കുമായിരുന്നു. എന്റെ മുമ്പ് കഴിഞ്ഞുപോയത് അള്ളാഹുവിന്റെ റസൂലാണ്. റസൂൽ ആഡംബരം ഉള്ള ജീവിതം നയിച്ചിട്ടില്ല. പിന്നെ എന്റെ മുമ്പ് കഴിഞ്ഞു പോയത് അബൂബക്കർ സിദ്ദീഖാണ്. അദ്ദേഹം ആഡംബരമുള്ള ജീവിതത്തെ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് ത്യാഗപൂർണമായൊരു ജീവിതത്തിലേക്ക് നടന്നെടുത്ത ധീരനായ എന്റെ മുൻഗാമിയാണ്. അവരൊന്നും അനുഭവിക്കാത്തൊരു സുഖം അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക്. അദ്ദേഹം പറയുന്നുണ്ട്, ഇഹലോക ജീവിതത്തെ വലുതായി തോന്നുന്ന ഒരാൾക്ക്, ഇവിടെയുള്ള നേട്ടങ്ങളെ, ഇവിടെയുള്ള സുഖങ്ങളെ, ഇവിടെയുള്ള സൗഭാഗ്യങ്ങളെ വലുതായി തോന്നുന്ന ഒരാൾക്ക് അള്ളാഹുവിന് ശരിയായ രീതിയിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളുടെ കരുത്തുകൊണ്ടാണ്. ശരി, സുഖങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പരലോകം എന്നത് പ്രസംഗിക്കാനുള്ളൊരു വിഷയമാണ്. നമ്മളെ സ്വാധീനിക്കുന്നൊരു കാര്യമായി അത് മാറുന്നുണ്ടെങ്കിൽ അന്നു മുതൽ ജീവിതത്തിന് പുതിയൊരു വെളിച്ചം കൈവരും. ജീവിതത്തിന് പുതിയ ഒരു വെളിച്ചം കൈവരും. ആ വെളിച്ചത്തിന്റെ നടുവിലായിരിക്കും പിന്നെ നമ്മുടെ ജീവിതം. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഒരു കഥ. ഞാൻ അതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിശന്നൊട്ടിയ ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. സഹിക്കാൻ കഴിയാത്ത വിശപ്പ് കൊണ്ട് പുറത്തേക്കിറങ്ങി. അങ്ങനെ മദീന പള്ളിയുടെ ഓരത്തിരിക്കുന്ന സമയത്ത് രാത്രിയാണ്, സന്ധ്യയായിട്ടുണ്ട്. അപ്പൊ വേറെ ഒരാൾ നടന്നു വരുന്നുണ്ട്. നമ്മൾ കേട്ട സംഭവമാണ്. അത് അബൂബക്കർ സിദ്ദീഖായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രശ്നവും വിശപ്പായിരുന്നു. മൂന്നാമത്തെ ഒരാൾ വന്നു. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. മൂന്നാമത്തെ ആളുടെ പ്രശ്നവും വിശപ്പായിരുന്നു. അപ്പൊ അവരാലോചിക്കുകയാണ്, എങ്ങനെ ഒരു പരിഹാരം, എന്താണ്, എവിടെന്നെങ്കിലും ഒരു ഭക്ഷണം കിട്ടുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉണ്ട് ഒരാൾ. എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും എനിക്ക് വേണ്ടി കുറച്ചെങ്കിലും ബാക്കിയാക്കുന്ന ഒരാളുണ്ട്. അതാരാണ്? അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു. റസൂൽ മദീനയിൽ വന്നപ്പോൾ ആദ്യമായി അദ്ദേഹത്തിന്റെ വീട്ടിലാണ് താമസിച്ചത്. അന്നു മുതൽ അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരംഗമായിട്ട് റസൂലുള്ളാഹിയെ പരിഗണിച്ചു വന്നു. എന്തൊരു ഭക്ഷണം ഉണ്ടാക്കിയാലും കുറച്ചെങ്കിലും റസൂലുള്ളാഹിക്ക് അദ്ദേഹം എടുത്തു വെക്കും. റസൂൽ വന്നിട്ടില്ലെങ്കിൽ, റസൂൽ വരാറില്ല, വരുന്നുണ്ടെങ്കിൽ കാത്തിരിക്കും, വരുമോ എന്ന് കൊതിച്ചിരിക്കും. വരൂല, അദ്ദേഹവും മക്കളും അത് വൈകുന്നേരം കഴിക്കും. ഇങ്ങനെ എടുത്തു വെക്കുന്ന ഒരാളാണ്. റസൂൽ പറഞ്ഞ് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവർ 3 പേരും ചെന്നു. ആ വീട്ടിലേക്ക് എത്തിയപ്പോ അവിടെ ഉമ്മു അയ്യൂബ് മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. അവര് സന്തോഷം കൊണ്ട്, അവരുടെ മനസ്സാകെ ആഹ്ലാദം കൊണ്ട് നിറഞ്ഞു. കാരണം ഈ ലോകത്ത് നമ്മുടെ വീട്ടിലേക്ക് വരാവുന്ന ഏറ്റവും നല്ല 3 അതിഥികളാണ് ആ വീട്ടിലേക്ക് കയറി വരുന്നത്. എന്ത് ചെയ്യണമെന്നറിയില്ല. റസൂലുള്ളാഹി ചോദിച്ചു, അബൂ അയ്യൂബ് എവിടെയാണ്? സലാം പറഞ്ഞ് റസൂലുള്ളാഹി ചോദിച്ചു, അബൂ അയ്യൂബ് എവിടെയാണ്? അപ്പുറത്തുണ്ട്, തോട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞു. ഇവർ വേഗം ഓടിയിട്ട് അബൂ അയ്യൂബ് അൻസാരിയെ വിളിച്ചുകൊണ്ട് വന്നു. അദ്ദേഹം അവിടെ കണ്ട ഈത്തപ്പഴത്തിന്റെ തോട്ടമാണ്. ആ ഈത്തപ്പഴത്തിന്റെ തോട്ടത്തിൽ കുറെ ഈത്തപ്പഴം പറിച്ചു. അതിൽ പഴുത്തതുണ്ട്, മുക്കാത്തതൊക്കെ ഉണ്ട്. ഇതൊക്കെ കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് വാരിപ്പുണർന്നു. റസൂലുള്ളാഹി വാരിപ്പുണരുന്നതിനിടയിൽ നോക്കിയത് ആ ഈത്തപ്പഴക്കൂട്ടത്തിലേക്കാണ്. എന്നിട്ട് പറഞ്ഞു, എന്തിനാണ് പഴുക്കാത്തത് പറിച്ചത്? പഴുത്തിട്ട് പറിച്ചാൽ പോരെയിരുന്നോ? കാരുണ്യത്തിന്റെ മഹാദൂതൻ പറയാണ്, സ്നേഹത്തിന്റെ മഹാഗായകൻ പറയുകയാണ്, പഴുത്തിട്ട് പറിച്ചുകൂടായിരുന്നോ? ആ ഈത്തപ്പഴത്തിന്റെ അവകാശമാണ് പഴുക്കുന്നത് വരെ അവിടെ നിൽക്കുക എന്നുള്ളത്. അതെന്തേ കൊടുക്കാതിരുന്നതെന്നാണ് ചോദിച്ചത്. അപ്പൊ അബൂ അയ്യൂബ് അൻസാരി പറഞ്ഞു, ഞാൻ ആ സന്തോഷത്തിനിടയിൽ പറ്റിപ്പോയതാണ് റസൂലെ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടുകാരെയും അദ്ദേഹം സൽക്കരിച്ചു എന്നാണ്. ചപ്പാത്തി ചുട്ടു, ഒരാടിനെ അറുത്ത് കറി ഉണ്ടാക്കി. നിങ്ങൾ കേൾക്കണം, ആടിനെ അറുത്ത് കറി ഉണ്ടാക്കി, ചപ്പാത്തിയും ഉണ്ടാക്കി. അത് റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് വെച്ചപ്പോ അതിൽ നിന്ന് കുറച്ച് പത്തിരി എടുത്തിട്ട്
കുറച്ച് പത്തിരി എടുത്തിട്ട് അതിലേക്ക് കറി പാർന്നിട്ട് ആ പാത്രം ഉമ്മു അയ്യൂബ് അൻസാരിയുടെ കയ്യിൽ കൊടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞതെന്നറിയോ? ഇതെന്റെ മകൾ ഫാത്തിമക്ക് കൊടുക്കണം, ഇതെന്റെ മോള് ഫാത്തിമക്ക് കൊടുക്കണം. അവൾ ഇങ്ങനെ ഒരു ഭക്ഷണം കണ്ടിട്ടും കഴിച്ചിട്ടും എത്രയോ കാലമായിട്ടുണ്ടാവും. ഒരു പിതാവിന്റെ നോവുന്ന ഹൃദയമാണ്, ഒരു പിതാവിന്റെ പിടക്കുന്ന മനസ്സാണ്. റസൂലുള്ളാഹി പറയാണ്, ഇതെന്റെ മോൾക്ക് കൊടുക്കണം. നമ്മളൊരു നല്ല ഭക്ഷണം കിട്ടിയാൽ നമ്മുടെ മക്കളെ ആലോചിക്കൂലേ? വീട്ടിൽ നല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ മുഖം ഒന്ന് മിന്നിമറയും. അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളൂ. മനുഷ്യൻ എന്ന രീതിയിൽ അള്ളാഹുവിന്റെ റസൂല് സാധാരണക്കാരനായിരുന്നു. പ്രവാചകൻ എന്ന രീതിയിൽ അള്ളാഹുവിന്റെ റസൂൽ അസാധാരണക്കാരനുമായിരുന്നു. പ്രവാചകൻ എന്ന രീതിയിൽ നമ്മളെ പോലെയല്ല, പക്ഷെ മനുഷ്യൻ എന്ന രീതിയിൽ നമ്മളെപ്പോലെ സങ്കടവും വേദനയും പ്രയാസങ്ങളും മനോദുഃഖവും കണ്ടിരുന്നു. ആ ഒരു അനുഭവത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. തുടരണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ തുടരാണ്. ഇത്ര നേരം സംസാരിക്കുന്നതിനോട് യോജിപ്പില്ല. തുടരണമെന്ന് ഇവിടെ പറഞ്ഞുകൊണ്ട് മാത്രം തുടരുകയാണ്. ഒരൊറ്റ ആയത്തുണ്ട്, അത് സൂറത്തുൽ ഫാത്തിറിലെ ഒരായത്താണ്. അള്ളാഹു വിശുദ്ധ ഖുർആൻ നമ്മൾ എടുത്തു നോക്കിയാല് മൊത്തം മനുഷ്യരെ 3 കൂട്ടരാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് അസ്സാബിഖൂൻ അല്ലെ, ആദ്യകാലം മുതലേ ഈമാനിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്ന ആളുകളാണ്. രണ്ടാമത്തെ കൂട്ടരാരാണ്? രണ്ടാമത്തെ കൂട്ടര് അസ്ഹാബുൽ മൈമന അല്ലെങ്കിൽ അസ്ഹാബുൽ യമീൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. സത്യവിശ്വാസികളാണ് അവർ. മൂന്നാമത്തെ കൂട്ടര് അസ്ഹാബുൽ മശ്അമ, അസ്ഹാബുൽ ശിമാൽ, അവര് ധിക്കാരികളാണ്, എതിർപക്ഷമാണ്, തടസ്സം സൃഷ്ടിക്കുന്നവരാണ്, ഇസ്ലാമിന്റെ വരവിന് എതിര് നിൽക്കുന്നവരാണ്. ഇസ്ലാം എന്തായാലും വരും, അതാർക്കും തടയാൻ കഴിയില്ല എന്ന് അവർക്കും അറിയാം. പക്ഷെ ആ വരവ് കുറച്ച് വൈകിക്കാൻ അവരെ കൊണ്ട് കഴിയും. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാ. ഇസ്ലാമിന്റെ വരവ് തടയാൻ കഴിയില്ല എന്ന് അവർക്കൊക്കെ അറിയാം. അസ്ഹാബുൽ മശ്അമ ലോകത്തെല്ലാ കാലത്തും ആവർത്തിക്കുന്ന ഒരു സമൂഹമാണ്. ഇസ്ലാമിന്റെ വരവ് തടയാൻ കഴിയില്ല എന്ന് അവർക്കറിയാം. പക്ഷെ ആ വരവ് കുറച്ച് വൈകിക്കാൻ അവരെ കൊണ്ട് കഴിയും. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, അതാണ് മനുഷ്യരെ 3 കൂട്ടരാക്കിയിട്ട് തിരിച്ചത്. ഇനി സത്യവിശ്വാസികളെ 3 കൂട്ടരാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. അള്ളാന്റെ റസൂലിന്റെ അനുയായികളെ 3 കൂട്ടരായിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് സൂറത്തുൽ ഫാത്തിറിലെ വചനം. ഏതാണത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹ്. വലഖദ് ഔറസ്നൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ വമിൻഹും ളാലിമുൻ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിദ് വമിൻഹു സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. ഇതാണ് 3 കൂട്ടർ. ഒന്നാമത്തെ കൂട്ടർ വലഖദ് ഔറസ്നൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ. എന്താണത്? ഈ വിശുദ്ധ ഖുർആൻ അനന്തര സ്വത്തായി കൊടുത്ത വിഭാഗം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ. ഈ മുസ്ലിങ്ങളുടെ കൂട്ടത്തില് ഒന്നാമത്തെ വിഭാഗം ളാലിമുൻ ലിനഫ്സിഹി, അക്രമം ചെയ്യുന്നവരാണ്. അവർ സത്യനിഷേധികളാണോ? അല്ല. അവർ കാഫിറുകളാണോ? അല്ല. കാഫിർ എന്ന് പറഞ്ഞാൽ അമുസ്ലിങ്ങൾ എന്നല്ല. അമുസ്ലിങ്ങൾ എന്നതിന് ഗൈറു മുസ്ലിമീൻ എന്നാ പറയാം. കാഫിർ എന്ന് പറഞ്ഞാൽ ഒരു സത്യം മനസ്സിലായിട്ട് അതിനെ തടയാൻ വേണ്ടിയിട്ട് ശത്രുക്കളുടെ കൂടെ നിൽക്കുന്നവർ, അതാണ് കാഫിർ. അവരാണോ? അല്ല. മുനാഫിക്കുകളാണോ? അല്ല. ഇവര് വലഖദ് ഔറസ്നൽ കിതാബൽ, ഈ കിതാബിന്റെ വിശുദ്ധ ഖുർആനിന്റെ അനന്തരാവകാശികൾ തന്നെയാണ്. പക്ഷേ ഇവരുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ ഒരു വിഭാഗം ളാലിമുൻ ലിനഫ്സിഹി, അക്രമം ചെയ്യുന്നവരാണ്. രണ്ടാമത്തെ വിഭാഗം വമിൻഹും മുഖ്തസിദ്, ഒരു ആവറേജ് ഭക്തിയുള്ള ആളുകളാണ്, ഒരു ആവറേജ് ഭക്തിയുള്ള ആളുകൾ. മൂന്നാമത്തെ വിഭാഗമോ? മൂന്നാമത്തെ വിഭാഗം സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നിൽ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഒരുപാട് അമലുകൾ സമ്പാദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ. ഈ 3 കൂട്ടരും ആരുടെ കൂടെയുണ്ട്? മുസ്ലിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതൊരു പ്രസ്ഥാനത്തിലും കാണാം ഇത്, എല്ലാ വിഭാഗങ്ങളിലും കാണാം ഇത്. ഒരു വാഹനം കയറ്റം കയറുന്ന സമയത്ത് തള്ളാൻ കുറച്ചാളുകൾ ഉണ്ടാവുള്ളൂ. കാരണം അത് നല്ല അധ്വാനമുണ്ട്. കുറച്ചാളുകളാണ് കയറ്റം കയറുന്നിടത്ത് തള്ളുക. പിന്നെ അതൊന്ന് നിരപ്പിലെത്തിക്കഴിഞ്ഞാൽ
കുറേ ആളുകളുണ്ടാവും. കാരണം പിന്നെ തള്ളൊന്നും വേണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ തൊട്ടുകൊടുത്താൽ മതി. അത് ഇറക്കത്തിലെത്തിയാലോ പിന്നെ അതിന്റെ കൂടെ നമ്മൾ പായേണ്ടി വരും, തള്ളേണ്ടി വരൂല. അതാണ് അസ്സാബിഖൂൻ അസ്സാബിഖൂൻ, കയറ്റത്തിൽ വണ്ടി ഉന്തിയ ആളുകളാണത്. വമിൻഹും മുഖ്തസിദ്, അവര് നിരപ്പിലെത്തിയപ്പോ വണ്ടി ഉന്താൻ കൂടിയ ആളുകളാണ്. ലാലിമുൽ ലിനഫ്സിഹി, അവരുമുണ്ട് ഈ കൂട്ടത്തിൽ. നിങ്ങളൊന്ന് ഓർക്കണം, ഈ 3 കൂട്ടരെ കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് ആരെ കുറിച്ചാണെന്നറിയോ? ഈ ലാലിമുൽ ലിനഫ്സിയെ കുറിച്ചാണ്. ഏറ്റവും മോശപ്പെട്ട ആളുകളെ കുറിച്ചാണ് ഒന്നാമതായി പറഞ്ഞത്. അതെന്തുകൊണ്ടായിരിക്കും നമുക്കറിയില്ല, അത് അള്ളാഹുവിന്റെ ഹിക്മത്താണ്. പക്ഷെ നമുക്കൊരു കാര്യം ആലോചിക്കാം, ലോകത്ത് ഏറ്റവും കൂടുതൽ എല്ലാ കാലത്തും അവരായിരിക്കും. ഒരാദർശമൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, പക്ഷെ അവരുടെ ചില താല്പര്യങ്ങളുണ്ടാവും. ആ താല്പര്യങ്ങളുടെ അപ്പുറത്ത് അവർക്കൊരാദർശവുമില്ല, അവർക്കൊരാശയത്തിനും പ്രാധാന്യമില്ല. അവരുടെ മോഹങ്ങള്, അവരുടെ താല്പര്യങ്ങള്, അവരുടേതായ അജണ്ടകള്, അതിനപ്പുറത്തേക്ക് ആലോചിക്കാൻ കഴിയാത്ത ആളുകൾ. അവർക്കറിയാം, ആദർശത്തെ അവർക്കറിയാം, ആശയം അതാണ് എന്നവർക്കറിയാം. പക്ഷെ സ്വന്തത്തിലൊരു വിഷയം വരുമ്പോ അവരുടെ താല്പര്യത്തിനപ്പുറത്തേക്ക് ആലോചിക്കാൻ പോലും അവരെ കൊണ്ട് കഴിയില്ല. നാട്ടാചാരങ്ങളുടെ അപ്പുറത്തേക്ക്, കുടുംബത്തിന്റെ താല്പര്യങ്ങളുടെ അപ്പുറത്തേക്ക്, മാതാപിതാക്കളുടെ ചില താല്പര്യങ്ങളുടെ അപ്പുറത്തേക്ക്, ഭാര്യ പറയുന്നതിനപ്പുറത്തേക്ക്, ഭർത്താവ് പറയുന്നതിനപ്പുറത്തേക്ക്, മക്കളുടെ താല്പര്യങ്ങളുടെ അപ്പുറത്തേക്ക് ഒരാദർശവും സ്വാധീനിക്കാത്ത ആളുകളാണ്. എന്നാൽ അവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല അള്ളാഹു. അങ്ങനെ ചില ആളുകളുണ്ട് എന്ന് പറഞ്ഞു. വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകുന്ന ആളുകളുണ്ട്, ചെറിയ വിചാരണയുള്ള ആളുകളുണ്ട്, കഠിനമായ വിചാരണയുള്ള ആളുകളുണ്ട്. അതുകൂടി നമ്മൾ ആലോചിക്കണം. അവസാനം അവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കും, പക്ഷേ എത്രയോ സമയം അവരതിനു വേണ്ടി കാത്തിരിക്കേണ്ടി വരും. എപ്പോഴാണ് ഞങ്ങളുടെ വിചാരണ എന്ന് അവർ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്ന ഒരു ഘട്ടം വരും. എന്നാലോ എളുപ്പം വിചാരണയുള്ള ആളുകളുണ്ട്. നമ്മൾ സാബിഖും ബിൽ ഖൈറാത്തി ആകാൻ ശ്രമിക്കേണ്ടവരാണ്, മുഖ്തസ്യുദികളാകാൻ ശ്രമിക്കേണ്ടവരല്ല. ലാലിമുൽ ലിനഫ്സി നമ്മളാകാനേ പാടില്ല. നമ്മുടെ താല്പര്യം അള്ളാന്റെ താല്പര്യമായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെന്ത് താല്പര്യം? അള്ളാഹു അക്ബർ എന്നല്ലേ ഇവിടെ വെച്ചിട്ട് പറയണത്? അള്ളാഹുവാണ് ഏറ്റവും വലുത്. ജംറയുടെ നേരെ കല്ലെറിഞ്ഞുകൊണ്ട് പറയുന്നത് അള്ളാഹു അക്ബർ അല്ലെ? 30 ദിവസം നോമ്പനുഷ്ഠിച്ച് പെരുന്നാളിന് നമ്മൾ ഉറക്കെ വിളിച്ചു പറയുന്നത് അള്ളാഹു അക്ബർ, അള്ളാണ് ഏറ്റവും വലുത് എന്ന്. അള്ളാഹുവാണ് ഏറ്റവും വലുത് എന്ന് നാവ് കൊണ്ട് പറയേണ്ടതല്ല, ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. അള്ളാണ് വലുത് എന്ന് നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ കഴിയണം. എത്ര സന്തോഷകരമായ ഒരു സന്ദർഭത്തിലും പള്ളിയിൽ നിന്ന് ബാങ്കുലി കേട്ടാൽ ആ ബാങ്കുലി കേട്ടിടത്തേക്ക് ഓടിയെത്താൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് പറയാം അള്ളാഹു അക്ബർ. കല്യാണമായിരുന്നാലും സൽക്കാരമായിരുന്നാലും ആ തിരക്കുകളുടെ എല്ലാം ഇടയിൽ വെച്ച് ഒരുപാട് കൂട്ടുകാരെ കണ്ടതിന്റെ സന്തോഷം, ഒരുപാട് കുടുംബങ്ങളെ ഏറെ കാലത്തിന് ശേഷം കണ്ട ഒരു ആഹ്ലാദം, ആ ആഹ്ലാദത്തിന്റെ ഒക്കെ ഇടയിൽ നിന്ന് ഷാള് വിരിച്ച് മുസല്ല വിരിച്ച് ഒരു 4 റക്അത്ത് നിസ്കരിക്കാൻ നമ്മൾ മനസ്സ് കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് പറയാം അല്ലാഹു അക്ബർ. ടൂറ് പോകുമ്പോഴും ഗ്രൗണ്ടിലാകുമ്പോഴും അങ്ങാടിയിലാകുമ്പോഴും സെക്കൻഡുകൾക്ക് ശമ്പളം വാങ്ങുന്ന ജോലിയിലാകുമ്പോഴും മുസല്ല വിരിച്ച് നിസ്കരിക്കാൻ ഞാനും നിങ്ങൾ സമയം കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായും ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് പറയാം അല്ലാഹു അക്ബർ. കാരണം അതിനുള്ള യോഗ്യത ഉണ്ട് എന്ന് തെളിയിച്ചു. അതല്ലാതെ നമ്മുടെ ചില മോഹങ്ങൾ, നമ്മുടേതായ ചില താല്പര്യങ്ങൾ, നമ്മുടെ ചില ദുശീലങ്ങൾ അതൊക്കെ അവിടെ നിലനിർത്തിക്കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ദുശീലങ്ങളെ കുടഞ്ഞു കളയാതെ ഒരു നോമ്പില്ല. ദുശീലങ്ങളെ കുടഞ്ഞു കളയാനാണ് നോമ്പ്. കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മളൊരു ഫയൽ ഡിലീറ്റ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ ചോദിക്കും ഡിലീറ്റ് ചെയ്യണോ? ആർ യു ഷുവർ? ഇത് ഡിലീറ്റ് ചെയ്താൽ പിന്നെ കിട്ടൂല കേട്ടോ. അപ്പോഴും നമ്മൾ പറയും വേണം, എനിക്കത് ഡിലീറ്റ് ചെയ്യണം. യെസ്, ഐ എം ഷുവർ, ഡിലീറ്റ് ചെയ്തു. എന്നാലും കമ്പ്യൂട്ടർ അത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെക്കും. എത്ര സ്നേഹം എന്നാലോചിച്ചു നോക്കും. ഏറ്റവും നല്ലൊരു കൂട്ടുകാരനെ പോലെ പെരുമാറുകയാണ് കമ്പ്യൂട്ടർ. എന്നാൽ അതേ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഒരു മോശമായ കാര്യം കാണുകയാണെങ്കിലോ ഇത് വേണോ എന്ന് ചോദിക്കൂല. ഇത് മോശമല്ലേ എന്ന് ചോദിക്കൂല. അത് ചോദിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, ആക്ഷേപിക്കുന്നൊരു മനസ്സ്, വേണ്ട എന്ന് പറയുന്നൊരു മനസ്സ്. ആ മനസ്സൊരാൾക്ക് കൈവരിക്കാൻ കഴിയാന്നുള്ളത് മഹാഭാഗ്യമാണ്.
അങ്ങനെയാണെങ്കിൽ ദുശ്ശീലങ്ങളിൽ നിന്ന് മോചനം നേടാൻ ഈ ഹൃദയം ശുദ്ധമാകണം. മരണമെന്നൊരാലോചന സജീവമാകണം. ഒന്നുകൂടി പറയട്ടെ, ഒരാൾ ത്യാഗത്തിന് തയ്യാറാകുന്നത് യൗമുൽ ഹിസാബ് അയാളുടെ മനസ്സിലുണ്ടാവുമ്പോഴല്ലേ. അല്ലാത്ത ഒരാളതിന് കിട്ടുമോ? തണുത്ത് വളരെയധികം പുതപ്പിന്റെ ഉള്ളിൽ ചുരുണ്ടുകൂടാൻ കൊതിക്കുന്ന ഒരു നേരത്ത് ആ തണുപ്പത്ത് ആ പുതപ്പിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒരാൾ പള്ളിയിലേക്ക് നടന്നു പോകണമെന്നുണ്ടെങ്കിൽ അയാളെ സ്വാധീനിക്കുന്നത് യൗമുൽ ഹിസാബ് മാത്രമേ ഉള്ളൂ. പാതിരാവിൽ ഉണർന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും എന്താണ് അവരുടെ ഉള്ളിലുള്ള മോഹം? അവരുടെ ഒരേ ഒരു മോഹം യൗമുൽ ഹിസാബാണ്. അത് കാണുന്ന ഒരു മക്കളുണ്ടല്ലോ, ആ മക്കൾക്ക് പിന്നെ കുറെ ഖുർആൻ ക്ലാസിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. അത് തന്നെ മതിയാവും. ജീവിതകാലം മുഴുവനും അവരുടെ ഉള്ളിൽ ആ ഓർമ്മ സ്പന്ദിച്ചു നിൽക്കും. അപ്പോ ത്യാഗത്തിനൊരാൾ തയ്യാറാകുന്നത് യൗമുൽ ഹിസാബ് അയാളെ സ്വാധീനിക്കുമ്പോഴാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്ക് അല്ലാഹ് എന്തൊക്കെ തന്നിട്ടുണ്ടോ അതുകൊണ്ടൊക്കെ അമലുൽ സ്വാലിഹ് സമ്പാദിച്ച് വരാനിരിക്കുന്ന ആ ലോകം നമ്മുടേതാക്കി നമുക്ക് മാറ്റാം. എന്തൊക്കെ അല്ലാഹ് തന്നിട്ടുണ്ടോ, അത് ആരോഗ്യമാകാം, സമയമാകാം, സമ്പത്താകാം, മക്കളാകാം, വീടാകാം, ഒരു വാഹനമാകാം, ഒരു മൊബൈൽ ഫോണാകാം, എന്തൊക്കെയാണോ അല്ലാഹ് നമ്മൾക്ക് അനുഗ്രഹമായി തന്നെ അതുകൊണ്ടൊക്കെ ആ യൗമുൽ ഹിസാബ് നമ്മുടെ മനസ്സിൽ നിറഞ്ഞ് അതുകൊണ്ടൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യാം. അതിനാണ് തന്നത്. കോഴിക്കോട്ട് നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, വളരെ പ്രസിദ്ധനായ ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹം. എല്ലാ ദിവസവും രാവിലെ അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് ഒന്നുണ്ടാവും. ഇന്നും വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും വരും. എത്രയോ കാലമായി. ഒന്നുകിൽ ഒരു ഖുർആൻ ആയത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു ഹദീസായിരിക്കും. ആ ദിവസം മുഴുവനും ആലോചിക്കാൻ പറ്റിയ ഒരു തോട്ട് അദ്ദേഹം മെസ്സേജ് ചെയ്തിട്ടുണ്ടാവും. ഒരാലോചന, ഒരു ചിന്ത. പലപ്പോഴും നമ്മൾ തുറന്നു നോക്കാറൊന്നുമില്ല. കാരണം നമുക്കറിയാം, ഒന്നുകിൽ ഖുർആൻ ആയത്തായിരിക്കും, അല്ലെങ്കിൽ ഹദീസായിരിക്കും. ഇങ്ങനെ നമ്മൾ ആലോചിക്കും. നിങ്ങൾ ആലോചിക്കും, നാളെ അള്ളാഹിന്റെ അടുത്ത് എത്തുമ്പോൾ ഈ ഒരു സാധനത്തെ, ഈ ഒരു മൊബൈൽ ഫോണിനെ കുറിച്ച് അള്ളാഹ് ചോദിക്കൂലേ? ചോദിക്കുമല്ലോ. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, നിയമത്തുകളെ കുറിച്ചൊക്കെ ചോദിക്കും. ഉറപ്പാണ്, എനിക്കതിനെക്കുറിച്ച് മറുപടി പറയാനുള്ളതിനേക്കാൾ അദ്ദേഹത്തിന് മറുപടി പറയാനുണ്ടാവും. അതാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു എന്നുള്ള ചോദിക്കുമല്ലോ. എനിക്ക് നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല, എനിക്ക് മറുപടി പറയാനുള്ളതിനേക്കാൾ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് മറുപടി പറയണ്ടാവും. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയണ്ടാവും. വർഷങ്ങളോളം അല്ലാഹുവേ, നിന്റെ കിതാബിൽ നിന്നുള്ളൊരു വചനം, നിന്റെ ഇസ്ലാമിനെ കുറിച്ച് ആലോചിപ്പിക്കുന്ന ഒരു വചനം, ഭൂമി ലോകത്തെ ഏറ്റവും നല്ല സമ്മാനമായ ഈ ദീനിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്ക് എത്രയോ ആളുകൾക്ക് ഞാൻ അയച്ചു കൊടുത്തു എന്ന് പറയാൻ അതൊരു ഉത്തരമാണ്. ഇത്രയുള്ളൂ. എന്തൊക്കെ തന്നിട്ടുണ്ടോ അതുകൊണ്ടൊക്കെ അത് നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ സ്വർഗാരാമങ്ങളിൽ നിന്നുള്ള ആ സുഗന്ധമുണ്ടല്ലോ, അത് ഉള്ളിൽ നിറയട്ടെ. അത് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് കവിയട്ടെ. വരാനിരിക്കുന്ന ലോകത്ത് വിജയികളായി തീരാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഇടയിൽ നിന്ന് കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. മരിച്ചുപോയ ഒരുപാട് ആളുകൾ, നമ്മുടെ മാതാപിതാക്കളുണ്ട്, വല്യപ്പമാരുണ്ട്, വല്യമ്മമാരുണ്ട്, വല്യപ്പമാര്, അതുപോലെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ, പ്രസ്ഥാന നേതാക്കൾ, ഇങ്ങനെ ഒരുപാട് ആളുകൾ. ഇവരൊക്കെ ആലോചിക്കാനുള്ള സമയമാണ് നോമ്പ്. നമ്മൾ വീട്ടിലൊക്കെ പറയും, വല്യമ്മ ഉണ്ടായിരുന്ന കാലത്തെ നോമ്പിനെ കുറിച്ച് പറയും, വാപ്പ ഉണ്ടായിരുന്ന കാലത്തെ ആ തറാവീഹിനെ കുറിച്ച് പറയും, ഉമ്മ ഉണ്ടായിരുന്ന കാലത്തെ ആ അത്താഴത്തെ കുറിച്ച് പറയും. അങ്ങനെ പറഞ്ഞാൽ മാത്രം പോയി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു സന്ദർഭമാണ്. അള്ളാഹുവിലേക്ക് കൂടുതലായി നമ്മൾ അടുത്ത സമയമാണ്. അള്ളാഹുവിലേക്ക് എത്തിയ ആളുകളെ കുറിച്ച് ഇനി പറയാനുള്ളത് ആ അള്ളാഹിനോട് മാത്രമാണ്. അള്ളാഹുവെ, അവർക്കെല്ലാവർക്കും അവരുടെ പോരായ്മകൾ പുറത്തുകൊടുത്ത് പാപമോചനം നൽകി അവരെയും ഞങ്ങളെയും നിന്റെ ഉന്നതമായ സ്വർഗാരാമങ്ങളിൽ ഒരുമിച്ച് കൂട്ടണമേ രക്ഷിതാവേ. റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിക മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വായനയുടെ ഇസ്ലാമിക മാനം. ശബാബ് വാരിക, പുടവ, കുടുംബമാസിക. ഇസ്ലാമിക വിഷയങ്ങളിൽ പ്രമാണബദ്ധമായ ലേഖനങ്ങൾ, കാലിക പ്രശ്നങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ, ചോദ്യോത്തര പംക്തികൾ, തീവ്രവാദത്തിനും യാഥാസ്ഥികതയ്ക്കും നവയാഥാസ്ഥികതയ്ക്കുമെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ്. ശബാബ് വാരിക, പുടവ, കുടുംബമാസിക. മർക്കസുദ്ദഅവ, ആറം റോഡ്, കോഴിക്കോട്. അത്തൗഹീദ് ദ്വൈമാസിക.
ഇസ്ലാമിക വിഷയങ്ങളിൽ പണ്ഡിതോചിതമായ രചനകൾ, പഠന ഗവേഷണ രംഗങ്ങളിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പ്രൌഢമായ പ്രതിപാദനങ്ങൾ, ആധുനിക വിഷയങ്ങളിൽ ലോക മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും മതവിധികളും. അത്തൗഹീദ് ദ്വൈമാസിക, മലയാളത്തിലെ വേറിട്ട ഇസ്ലാമിക പ്രസിദ്ധീകരണം. അത്തൗഹീദ് ദ്വൈമാസിക, KNM ഓഫീസ്, മർക്കസുദാവ, RM റോഡ്, കോഴിക്കോട്.